Deepa Espanikar here inside my house, and I am saying about these insurance looters, criminals actually. I'm Deepa Espanikar inside my house, Sahadeva Mandiram, Olettiammalam PO, Mavelikara, Bharanikavu village, Pallikal, Naduvilemuri, and my ward number is 1 and house number is 89. And some bastards are after me. Sadananda Mandirathil some criminals are there, and even Subramanian. Then one bastard is there from whom I got divorced, and that bastard's name is Biju P, and he's from Kandallur South actually. And Maniveli Kadavu, you all will be knowing about Maniveli Kadavu, and that place anybody can, and his house name is Kartikunnel. Okay, that bastard actually came to me asking my number and this and that, and thus he actually got married to me, and I got divorced from that bastard in the year 2019 January 23rd, and still this bastard is after me. And these Sadananda Mandiram, some criminals, and some Subramanian all are having contacts with this criminal, and even these criminals are all having tie-up with this Preetha Espanikar, Rajamma, and my mother's sided relatives like Shanda, Leela, Rajesh are from this Leela's son actually, and so many other people actually, so ഇവർ ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ എങ്ങനെയെങ്കിലും വക വരുത്തണം. അപ്പം എന്നെ ഇവനെ കൊണ്ട് കല്യാണം കഴിപ്പിച്ചത് ഈ രാജമ്മ എന്ന് പറയുന്ന മുതുകള്ളിയാണ്. ഭയങ്കര റൗഡിയാണ് ഇവള് കല്യാണം കഴിച്ച ഒരുത്തനെ 10 മാസം കൊണ്ട് വക വരുത്തിയേച്ച് ഇവളുടെ വയറ്റിൽ കിടന്ന കൊച്ചിനെ എല്ലാം വക വരുത്തിയവളാണ് ഈ രാജമ്മ എന്ന് പറയുന്നവള്. അത് കഴിഞ്ഞിട്ട് പലരെയും ഇതാക്കിയിട്ടുണ്ട്. ഇവളിങ്ങനെ പലരെയും ഇങ്ങനെ വകവരുത്താനായിട്ട് ഇങ്ങനെ നടക്കുകയാണ്. അതുപോലെ പിന്നെ പൊടിയഞ്ചിറ്റവൻ്റെ വീട്ടിൽ കയറി അങ്ങനെ പല പല രീതിയിൽ പല ഇതാക്കി പൊടിയഞ്ചിറ്റവനെയും എല്ലാം ശരിയാക്കി അവിടുന്ന് ഇപ്പം ഇറങ്ങിയിട്ടുണ്ട്. ഇങ്ങനെ അവിടുത്തെ എല്ലാം വിറ്റുപറക്കി പല കഥകളുണ്ടാക്കി ഇറങ്ങി. അപ്പം ഈ രാജമ്മ എന്ന് പറയുന്നവരുടെ ഹസ്ബൻഡായിരുന്ന ഈ പൊടിയും കല്യാണമൊന്നും കഴിച്ചിട്ടൊന്നും ഇല്ല അവർ തമ്മിൽ. അപ്പം അങ്ങനെ അവർക്കൊക്കെ ജീവിക്കാം, നമുക്ക് ജീവിക്കാൻ പറ്റത്തില്ല. എന്തെല്ലാം ഇതാണെന്നറിയാമോ? എന്തോ ഞാനും എൻ്റെ പാർട്ട്ണറായ മുക്കും കുച്ചറും കൂടെ ലിവിങ് ടുഗദറാണ്. ഞങ്ങൾക്ക് സൗകര്യമുള്ളപ്പോഴാണ് ഞങ്ങളത് ഇതാക്കുന്നത്. മനസ്സിലായില്ലയോ? എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഞങ്ങൾ ചെയ്യും. ഇവനൊന്നും പറയേണ്ട കാര്യമില്ല ഞങ്ങൾ എന്ത് ചെയ്യണമെന്നുള്ളതൊക്കെ. അപ്പം ഇവൻ പറയുന്നത് എന്തോ ഞങ്ങളെ അങ്ങ് വഹിച്ചു കളയുമെന്ന്, എന്തോ സുബ്രഹ്മണ്യൻ അങ്ങ് വഹിക്കുമെന്ന്. ഞങ്ങൾക്കൊന്നും അറിയണം ഇവൻ എന്തോ വഹിക്കുമെന്നുള്ളത്. ഞങ്ങളുടെ വീട്ടിൽ കയറി വഹിക്കാൻ ഇവൻ ആരാന്ന് ഞങ്ങൾക്കൊന്നും അറിയണം. സുബ്രഹ്മണ്യൻ എന്ന് പറയുന്നവൻ ഞങ്ങളെ അങ്ങ് ഭീഷണിയാണ് അവൻ്റെ. നമുക്കൊന്നും അറിയണ്ട ഇവൻ ആരാ ഇവിടെ സഹദേവ മന്ദിരത്തിൽ കയറി ഭരിക്കാൻ ഇവൻ ആരാന്ന് നമുക്കൊന്നും അറിയണ്ടായോ? വഹിക്കാൻ വരെ ഇവന് കുറേ വഹിക്കാൻ വന്നതാണ് ഇവൻ. എൻ്റെ 5 CCTV ക്യാമറയാണ് അടിച്ചു പൊട്ടിച്ചത് ഇവൻ. എല്ലാം എൻ്റെ ഈ തെളിവുണ്ട്, ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് പലപ്പോഴായിട്ട്. പിന്നെ എൻ്റെ കയ്യിൽ CCTV അടിച്ചു പൊട്ടിക്കുന്നതിൻ്റെ എല്ലാം ഇത് ഞാൻ യൂട്യൂബിലും ഫേസ്ബുക്കിലുമൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. എല്ലാം എൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ ഞാൻ പറയുന്നത് ഇവൻ എന്തോ വഹിക്കാനാണെന്ന് എനിക്കൊന്ന് അറിയണം. അപ്പോൾ ഈ ബിജു പി എന്ന് പറയുന്നവനെ ശരിക്കും ഒരു ട്രാപ്പായിരുന്നു. എന്നെ ട്രാപ്പ് ചെയ്ത് എൻ്റെ ജോലി അങ്ങനെ പലതും നമ്മൾ പഠിച്ച LLB ഇതെല്ലാം വെച്ച് ജോബ് ലോസ്റ്റ് ഇൻഷുറൻസ് ഒക്കെ തട്ടിയെടുത്ത് ഇതാക്കുകയാണെന്നുള്ള ഗൂഢമായ ഉദ്ദേശത്തോടെയാണ് ഇവനെ എൻ്റെ തലയിൽ കെട്ടിവെച്ചിരിക്കുന്നത്. അപ്പം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ രാജമ്മയുടെ ഈ പൊടിയൻ എന്ന് പറയുന്ന ഹസ്ബൻഡ് അയാളുടെ പെങ്ങളുടെ മോൻ കല്യാണം കഴിച്ചിരിക്കുന്നത് ഒരു ജനക എന്ന് പറയുന്ന സ്ത്രീയെയാണ്. അവരുടെ അച്ഛനെന്ന് പറയുന്നത് ഈ കണ്ടല്ലൂരെ ഈ ബിജു പിയുടെ തൊട്ട അയൽവക്കക്കാരനാണ്. ഈ ബിജു പിയുടെ അച്ഛൻ്റെ കൂട്ടുകാരനും അങ്ങനെയൊക്കെ പല ഇതാണ്. അപ്പോൾ ഇവർക്ക് നല്ല ഇതാണ്. അപ്പോൾ ഇവനെ കൊണ്ട് എന്നെ ട്രാപ്പ് ചെയ്യിക്കാനാണ് എൻ്റെ അമ്മ വീട്ടുകാരും എല്ലാം കൂടെ ഭയങ്കരമായിട്ട് ശ്രമിച്ച് ഇവനെ എൻ്റെ തലയിലാക്കിയത്. അപ്പം അത് മാത്രമല്ല, എന്നെ വക വരുത്തിയിട്ട് വലിയ താമസമില്ലാതെ തന്നെ വക വരുത്തി. 2002 എൻ്റെ കല്യാണം. അപ്പം വക വരുത്തിച്ച് പ്രീത എസ് പണിക്കർ എന്ന് പറയുന്ന ഇവളെ കെട്ടി ഇവിടെ എല്ലാം കൂടെ എടുത്ത് ഇവനങ്ങ് സുഖിക്കാമെന്നാണ് ഇവൻ വിചാരിച്ചത്, ഇവളും എല്ലാം കൂടെ. പക്ഷേ ഇതൊന്നും വർക്കൗട്ടായില്ല. നമ്മളെ അപ്പം വഹിക്കാനൊക്കെ നോക്കുന്നുണ്ടായിരുന്നു പല രീതിയിൽ. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് അങ്ങനെ പറയാൻ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞുതരാം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഈ ബിജു പി എന്ന് പറഞ്ഞ 2002 ഇവനുമായിട്ട് കല്യാണം കഴിഞ്ഞ് ഇവൻ ഒരു 2-3 മാസം കഴിഞ്ഞപ്പോൾ ജൂണിലായിരുന്നു കല്യാണം. ഇവന് ഒക്ടോബർ അങ്ങാണ്ടായപ്പോഴത്തേന് ഇവന് ഇത് വന്നു, ചിക്കൻ പോക്സ്. അപ്പം അതുപോലെ അപ്പോൾ എനിക്കും വന്നു. അപ്പോഴത്തേന് ഇവൻ എനിക്ക് എന്തൊക്കെയോ തരുന്നുണ്ടായിരുന്നു ഇങ്ങനെ ആഹാരത്തിൽ കൂടി, ഇതുപോലെ വിഷങ്ങളും അതും ഇതുമൊക്കെ നമ്മൾ കറക്കാനും ഒക്കെ ആയിട്ട്. അന്നേരം എന്ത് പറ്റിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവന് ഈ ചിക്കൻ ബോക്സ് വന്നു കഴിഞ്ഞപ്പോൾ എനിക്കും വന്നു.
അപ്പോഴത്തേന് എനിക്ക് എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നെ ഹെൽത്തി കൊണ്ടുപോയി എസൈക്ലോവിർ എന്ന് പറയുന്ന മരുന്ന് വാങ്ങിത്തന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ വൈറസാണ് ആ മരുന്നെന്ന് പറയുന്നത്. എസൈക്ലോവിർ എന്ന് പറയുന്ന മരുന്നാണ് വാങ്ങിച്ചത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ പൊങ്ങാതെ അങ്ങ് പോകണം. അപ്പോൾ എന്തിനാണെന്ന് ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഈ സ്കിൻ ഇങ്ങനെ കറക്കാൻ വേണ്ടിയിട്ടും ഇങ്ങനെ പല രീതിയിൽ പോയിസൺ ഇങ്ങനെ നമുക്ക് തരുന്നുണ്ടായിരുന്നു. അപ്പം ഈ നമുക്കിത് വന്ന് പൊട്ടിയാൽ നമ്മുടെ സ്കിൻ ഫുൾ പൊട്ടും. മനസ്സിലായില്ലയോ? ഇതിന് ഇതിന് തെളിവുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ അമ്മയുടെ അച്ഛനെന്ന് പറയുന്നത് കൃഷ്ണൻ എന്ന് പറയുന്ന ആളിന് ഇത് സംഭവിച്ചതാണ്. അത് 1990 ഈ സംഭവം. ഇതുപോലെ തന്നെ ഈ കൃഷ്ണൻ എന്ന് പറയുന്ന ആളും ഇതുപോലെ ചിക്കൻ ബോക്സ് വന്ന് മരണപ്പെട്ടു. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ പറയുന്നത് വിഷമിളക്കിയെന്നാണ് പറയുന്നത്. ഈ ചിക്കൻ ബോക്സ് വന്നപ്പം തന്നെ ഇദ്ദേഹം ഇങ്ങനെ വിഷം ഏതാണ്ടെല്ലാം നെല്ലിനടിക്കുന്ന വിഷം ഇങ്ങനെ ഇളക്കിയപ്പം ഇങ്ങനെ എന്താ പറയുന്നത് സ്കിന്ന് അപ്പം ഫുള്ള് സ്കിൻ ഇളകി പിങ്ക് കളറായിരുന്നു ഇങ്ങേറെ ഫുൾ ഇതും. എൻ്റെ അമ്മയുടെ അച്ഛൻ്റെ ഇതെന്ന് പറയുന്നത് എല്ലാ സ്കിന്നും പോയി. അപ്പം നമ്മൾക്കിങ്ങനെ വന്നാൽ അത് ചോദ്യമാവും, ചിലപ്പം പിന്നെ പ്രശ്നങ്ങളാവും. അപ്പോൾ ഈ ഹെൽത്തി എന്നൊക്കെ അന്ന് അവിടെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുണ്ടാവാതിരിക്കാനാണ് നമുക്ക് ഈ എസൈക്ലോവിർ തരുന്നത്. മനസ്സിലായില്ലേ? അപ്പം ഇതൊക്കെ ഇങ്ങനെയുള്ള നമ്മുടെ ഇങ്ങനെയുള്ള ഗൂഢമായ അതുകൊണ്ട് കുറച്ച് നാളത്തേക്ക് പിന്നെ ഒന്നും നമ്മളോട് ചെയ്തിട്ടില്ല. അപ്പം അങ്ങനെ ഓരോന്ന് മാറി. അതുപോലെ ഇവൻ പറയുമായിരുന്നു കൊച്ചുങ്ങളൊന്നും വേണ്ട, കൊച്ചുങ്ങളൊക്കെ ജനിച്ചാൽ ഇതുപോലൊന്നും നടക്കാൻ പറ്റത്തില്ലെന്ന് ഇവൻ പറഞ്ഞു. മനസ്സിലായില്ലേ? കൊച്ചുങ്ങളൊക്കെ ജനിച്ചാൽ ഇതുപോലൊന്നും നടക്കാൻ പറ്റത്തില്ലെന്ന്. അപ്പോൾ ഇവൻ്റെ ഉദ്ദേശം മുഴുവൻ നമ്മളെ അങ്ങ് കൊല്ലണം, കൊച്ചുങ്ങളൊന്നും ജനിക്കരുത്, എനിക്ക് ഇവന് അപ്പം ലവളുടെ കൂടെ അങ്ങ് പൊറുക്കാം, ലവളയിലൊക്കെ കൊച്ചുങ്ങളൊക്കെ ഉണ്ടായി അവളുടെ കൂടെ അങ്ങ് പൊറുക്കാമെന്നുള്ളതായിരുന്നു ഇവൻ്റെ ഫുള്ള് ഇതെന്ന് പറയുന്നത് കേട്ടോ. അന്നേരം എല്ലാം കൂടെ എടുത്ത് ഇവനങ്ങ് സുഖിക്കാം അങ്ങ് എന്നാ ഇവൻ്റെ വിചാരമെല്ലാം വിചാരിച്ചത്. ഇവൻ എന്നിട്ട് അതൊന്നും നടന്നില്ല. നമുക്ക് കുഞ്ഞ് ജനിച്ചു. അത് കഴിഞ്ഞിട്ട് ഇവൻ്റെ ഇതൊന്നും നടന്നില്ല. ഇവനങ്ങ് ചിലപ്പോഴങ്ങ് ഭയങ്കര ചിന്താധീനതയായിട്ട് കിടക്കുന്നതൊക്കെ കാണാമായിരുന്നു നമുക്ക്. ഭയങ്കര ചിന്തയായി ഇവന്. അത് കഴിഞ്ഞിട്ട് കുറേ കഴിഞ്ഞ് എന്ത് പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പം നമ്മുടെ കുഞ്ഞ് ജനിച്ച് ഇവിടെ വന്ന് ഇവിടെ നിൽക്കാൻ തുടങ്ങി. അപ്പോഴത്തേന് പിന്നെ നാട്ടുകാർ ചോദിക്കില്ലല്ലോ അവളെന്താ കെട്ടാത്തെ, മുതുക്കടിച്ച് 10-27 ആയപ്പോഴാണ് അവൾ കെട്ടിയത്. കാരണം എന്നെ വല്ലതും പറ്റിച്ചിട്ട് ഇവൻ്റെ കൂടെ കൂടാമെന്നുള്ള രീതിയിൽ ഇവൾ ഒത്തിരി നിന്ന്, പക്ഷെ ഒന്നും മുതുക്കടിച്ച് പോത്തുള്ളെന്ന് വിചാരിച്ച് പിന്നെ ഇവൾ ഒരു പാവം പിടിച്ച തമിഴനെ ഹണി ട്രാപ്പ് ചെയ്ത് പിടിച്ച് അവനെ കെട്ടി. ആദ്യമേ അവളൊരു കുളക്കടക്കാരനെ ഡിഗ്രിക്ക് പഠിക്കുമ്പോഴേ കുളക്കരക്കാരനെ പിടിച്ച് അവനെ കളഞ്ഞ്, പിന്നെ ഒരു മാർത്താണ്ഡത്തുകാരനെ പിടിച്ച് അവനെ കളഞ്ഞ്, പിന്നെയാണ് ഇവനെ പിടിച്ചത്. പാവത്തിനെ പിടിച്ച് കഷ്ടം, പാവത്തിന് അങ്ങനെ മരണപ്പെടണമെന്ന് യോഗം കാണുമായിരിക്കും. പാവം അവനെ അങ്ങനെ പറ്റിച്ച് അവൻ്റെ സ്വത്ത് വരെ അടിച്ചു മാറ്റി എല്ലാം വിപ്പിച്ച് ഇവൾ പുട്ടടിച്ച് തിന്നിട്ടാണ് ഇവനെ ശരിയാക്കുന്നത്. ചെല്ലമുരളി എന്നാണ് അവൻ്റെ പേര്, നിങ്ങൾക്ക് അന്വേഷിച്ചാൽ മതി ഈ സംഭവങ്ങളൊക്കെ. ഇപ്പം അവൻ ആത്മഹത്യ ചെയ്തത് ഫിനാൻഷ്യൽ ക്രൈസിസ് കാരണമാണെന്നാണ് പറയുന്നത്. ഇതെല്ലാം നിങ്ങളങ്ങ് അന്വേഷിച്ചാൽ മതി. ഈ നാട്ടുകാർക്കെല്ലാം അറിയാം, കണ്ടല്ലൂർ നാട്ടുകാർക്കും അറിയാം ഇവളുടെ ഭർത്താവ് കെട്ടിത്തൂങ്ങി ചത്തതാണ്. പക്ഷെ കെട്ടിത്തൂങ്ങിയൊന്നും ചത്തതല്ല അവൻ, പാവം പിടിച്ചവൻ. അവനങ്ങനെയൊന്നും അത്ര വലിയ ഭീരുത്വമൊന്നും ഉള്ളവനൊന്നും അല്ല അവൻ നല്ലപോലെ കഷ്ടപ്പെട്ട് വർക്ക് ചെയ്ത് ജീവിച്ചവൻ. അവൻ വേറെ ജോലി കണ്ടുപിടിക്കുന്നവനായിരുന്നു. ഇവനെ വകവരുത്തി കെട്ടിത്തൂക്കിയതാണ്, ഫിനാൻഷ്യൽ ക്രൈസിസ് കഥയൊക്കെ ഉണ്ടാക്കി. മനസ്സിലായില്ലയോ? അപ്പം ഇതുപോലെ തന്നെ അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് അപ്പോഴിവനൊന്നും നടന്നില്ല. നമ്മളുടെ ഡിവോഴ്സായി. എന്നിട്ട് പിന്നെ നമ്മളെ എന്നിട്ട് ഇവനെ എല്ലാം വകവരുത്തി വെച്ച് പിന്നെ എൻ്റെ മണ്ടയ്ക്കോട്ടായി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവൻ്റെ അമ്മച്ചി വന്ന് നിന്ന് അമ്മച്ചിയും അനിയനും കൂടെ എൻ്റെ അടുക്കൽ അങ്ങ് ഗുസ്തിയായി. ഇവൻ്റെ അമ്മച്ചിയും അനിയനും കൂടെ നിരന്തരം നമ്മളോടങ്ങ് ഗുസ്തിയായി. ഇവൻ ഭയങ്കര ഗുസ്തിയെന്ന് വെച്ചാൽ അങ്ങ് ഭയങ്കര ഗുസ്തിയാണ്. എന്തായാലും ഗുസ്തിയെടുത്ത് നമ്മൾ അവിടുന്ന് ഓടിപ്പോന്ന്. അപ്പോൾ ഇവൻ്റെ കയ്യിൽ പലതും ഉണ്ട്, മയക്കുമരുന്നൊക്കെ ഉണ്ട്, ഇങ്ങനെ നമ്മളെ മയക്കുന്ന സാധനം, ജ്യൂസിനകത്ത് മയങ്ങാൻ തരുന്നത്, അങ്ങനെ പല കാര്യങ്ങളുണ്ട്. ഇപ്പം ഭയങ്കര പുകയടിക്കുന്നുണ്ട് ഇങ്ങോട്ട് കേട്ടോ. എന്താണെന്ന് വെച്ചാൽ നമ്മൾക്ക് നമ്മുടെ കണ്ണിനകത്ത് അഫക്റ്റ് ചെയ്യണം എന്നൊക്കെയുള്ള രീതിയിൽ നമ്മൾ ഇവിടോട്ട് ഇറങ്ങുന്നുണ്ടെങ്കിൽ നമ്മുടെ എന്തെങ്കിലുമൊക്കെ നമ്മളെ ഒന്ന് ഇൻഷുറൻസ് അടിക്കണം എന്നുള്ള രീതിയിൽ പുകയടിക്കുക, വാതകം അടിക്കുക, ഇതൊക്കെ ഇവന്മാരുടെ ജോലി. ഭയങ്കര രോഗങ്ങളാണ് ഇവന്മാർക്ക്. ഇപ്പം നമുക്ക് ശ്വാസം മുട്ടുന്ന രീതിയിലാണ് ഇവന്മാർ ഇതെല്ലാം അടിക്കുന്നത്. എവിടുന്നാണ് ഈ പുക വരുന്നതെന്നൊന്നും അറിയത്തില്ല. ഇവിടെ അങ്ങ് ഒരു മനുഷ്യരും ഇപ്പം ഏകദേശം എത്ര മണിയായെന്ന് ചോദിച്ചാൽ 8:30 ആവുന്നു കേട്ടോ.
ഇന്ന് ഡിസംബർ 22 8:30 മണിയാവും. ഈ പുക ഇത് എവിടുന്ന് വരാനാണ്? ഇപ്പോൾ എല്ലാവരും ഗ്യാസാണ് ഉപയോഗിക്കുന്നത്. ഈ പുക എവിടുന്ന് വരാനാണെന്ന് നിങ്ങൾ പറയണം. അപ്പോൾ ഇത് നമ്മുടെ ദേഹത്തോട്ട് ഇങ്ങനെ ഇവിടുന്നൊക്കെ തന്നെ അടിക്കുന്നതാണ്. നമ്മുടെ തൊലി പൊള്ളിക്കാൻ അങ്ങനെ പല പല രീതിയിൽ. എന്നിട്ട് നമ്മൾ സിഗരറ്റ് വലിക്കുന്ന കഥകൾ അതൊക്കെയാണ് ഇവന്മാരുണ്ടാക്കുന്നത്. ഇങ്ങനെ ഇടയ്ക്ക് ഇങ്ങനെ നമ്മൾക്ക് ഇതെല്ലാം ഇങ്ങനെ ചെയ്യുമ്പോഴാണ് നമ്മളിത് പറയുന്നത്. ഇങ്ങനെ പല രീതിയിൽ എന്നെ ഇങ്ങനെ എന്താ പറയുന്നത് വക വരുത്താനായിട്ട് കുറേ അവന്മാരിങ്ങനെ നടക്കുക. അപ്പോൾ ഇതാണ് ഇങ്ങനെ ഇവന്മാർ എന്താ പറയുന്നത് നമ്മുടെ പുറകിനിങ്ങനെ നടപ്പായിരുന്നു ജോലി. എന്നിട്ട് അപ്പം ഞാൻ കല്യാണം കഴിച്ച സമയത്ത് നമ്മൾ LLB കഴിഞ്ഞ് നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇവൻ എന്നും നമ്മുടെ കാറ് ഈ കോടതി കായംകുളം കോടതിയുടെ പടിഞ്ഞാറെ ഗേറ്റ് ഇറങ്ങുമ്പോൾ ഇവനങ്ങ് ചീത്ത വിളിക്കാൻ തുടങ്ങും. നിൻ്റെ 2 ലക്ഷം പൂര പറയുന്നതാണ്. ഇങ്ങനെ തന്നെയാണ് ഇവൻ പറയുന്നത്. നിൻ്റെ 2 ലക്ഷം പൂര വിറ്റ് ബാങ്കിലിട്ടാൽ നീ വരത്തില്ലല്ലോ, അങ്ങനാണ് ഇങ്ങനാണ്. അപ്പം നിരന്തരം ചീത്ത വിളി ഇവനങ്ങ് ഇവൻ്റെ വീട് എത്തുന്നവരെ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതെല്ലാം പ്രീ പ്ലാൻഡാണ്. ഞാൻ കോടതിയിൽ പോവരുത്, അപ്പോൾ ഇവർക്ക് ജോബ് ലോസ് ഇൻഷുറൻസ് അടിക്കാനായിട്ട് ഞാൻ കോടതിയിൽ പോവരുത് എന്നുള്ള ഉദ്ദേശത്തോടെയാണ് ഇവൻ അന്ന് മുതലേ പ്രവർത്തിച്ചത്. ഇതെല്ലാം പ്രീ പ്ലാൻഡ് ആയിട്ടുള്ള സംഗതികളാണ്. അങ്ങ് ചീത്ത വിളിക്കാൻ തുടങ്ങും ഇവൻ. അങ്ങനെ ചീത്ത വിളിച്ച് നമ്മളങ്ങ് സ്റ്റോപ്പ് ചെയ്തു. കാരണം അതുപോലത്തെ ചീത്ത വിളി ഇവൻ. അതുപോലെ ഇവൻ നമ്മളുടെ ഒരു നല്ല തുണി നമ്മളെ കൊണ്ട് ഇടിയിപ്പിക്കത്തില്ല. നല്ല ഡ്രസ്സുകളെല്ലാം പാത്തു വയ്ക്കുക. ഇപ്പോഴും നമ്മൾ ഒരു തുണി തയ്ക്കാൻ കൊടുത്താൽ പല രീതിയിൽ നമുക്ക് വാങ്ങിക്കാൻ പറ്റാത്ത രീതിയിലാണ് അവന്മാർ അതെല്ലാം ചെയ്ത് കളയിപ്പിക്കുന്നത്. അതുപോലെ നമ്മളെ ഫോളോ ചെയ്യുക ഈ ബാസ്റ്റേഴ്സ്. ആക്ച്വലി ഇതുപോലത്തെ തെമ്മാടികളെ ഈ ലോകത്ത് കാണാൻ കിട്ടത്തില്ല. ക്രിമിനൽസിനെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു തുണി തയ്ക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഇതാണ് ഇവന്മാരുണ്ടാക്കുന്നത്. അങ്ങനെ പുറകിന് നടപ്പാ ജോലി ഇവന്മാർ. എന്നിട്ട് എന്തുവാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇവന്മാർ എന്നിട്ട് അങ്ങനെ പല രീതിയിലാണ് നമ്മളെ ടാർഗറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് ഇവന്മാർ. അപ്പം നമ്മുടെ ഇതെല്ലാം പ്രീ പ്ലാൻഡാണ്. അതെല്ലാം പറഞ്ഞു കഴിഞ്ഞു ഇങ്ങനെ. എന്നിട്ട് അപ്പം നമ്മളെ ജോബ് ലോസ് ഇൻഷുറൻസ് അടിക്കണം, പിന്നെ നമ്മുടെ പ്രോപ്പർട്ടിയൊക്കെ കൈക്കലാക്കണം. നമ്മുടെ കുഞ്ഞ് ജനിക്കരുതെന്നായിരുന്നു, അതെല്ലാം ജനിച്ചു. ഇവൾ അവസാനം എങ്ങനെയോ ഒരു വിധത്തിൽ കുഞ്ഞ് ജനിച്ചു. കുഞ്ഞിന് 2.5 ഒക്കെ ആ സമയം 6 മാസം കഴിഞ്ഞു. 6 മാസമായപ്പോഴേ ഇവളുടെ എൻഗേജ്മെൻറ്റ്. എന്നിട്ട് 1 വർഷം നീട്ടി വെച്ച് ഇവളുടെ കല്യാണത്തിന് ഈ തമിഴ് നാട്ടുകാരൻ പാവം പിടിച്ച ചെല്ലമുരളിയുമായിട്ട് എന്നെ വകവരുത്തി വെച്ചങ്ങ് റെഡിയാക്കാമെന്ന് വിചാരിച്ചുകൊണ്ട്. പക്ഷേ അതും നടന്നില്ല. അതുകൊണ്ട് അവിടെ കല്യാണം അവനുമായിട്ട് നടന്നു. ഇവളെ കെട്ടിച്ച് ഇവിടുന്ന് തമിഴ്നാട്ടിൽ കെട്ടിപ്പോയി ഇവൾ. എന്നിട്ട് പിന്നെ അവനോടായി എല്ലാം. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവന് കുറേ എണ്ണ കൊടുക്കുക, ചട്നിപ്പൊടിയാണെന്ന് പറഞ്ഞോട്ട് കുറേ ചട്നിപ്പൊടിക്കകത്ത് കുറേ ഇതേ നല്ലെണ്ണ കലക്കി അവനെ അങ്ങ് കുടിപ്പിക്കുക. ഇവളങ്ങോട്ട് ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും മുരളിക്ക് 3 ഇരട്ടി വണ്ണമായി. ഇങ്ങനെ കൊടുത്ത് ഇപ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത് മുരളിക്ക് വണ്ണമൊന്നും ഉണ്ടായിട്ടല്ല, ഇവളിങ്ങനെ കൊടുത്ത് ഈ എണ്ണയെല്ലാം കൂടെ കുടിപ്പിച്ച് 3 ഇരട്ടി വണ്ണമാക്കിയവനെ. അവൻ എന്തോരം നല്ല പയ്യനായിരുന്നു കാണാൻ. അവനെ നശിപ്പിച്ചവനെ. ഇവളെ ഈ പാപം എവിടെ കൊണ്ട് തീർക്കും ഭഗവാനെ? അത്രയ്ക്ക് കെടുമ്പ് പെണ്ണും പിള്ളയാണ് ഇവൾ. ഇവളെപ്പോലൊരു തേവിടിശിയെ കാണാൻ കിട്ടത്തില്ല. ഇതുപോലത്തെ ഒരു എന്താ പറയുന്നത്, ഇവൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ആണുങ്ങളുടെ പൈസയ്ക്ക് വേണ്ടിയിട്ടാണ് ഇവൾ നടക്കുന്നത്. ഇവൾ ആ മാർത്താണ്ഡത്തുകാരൻ്റെ സ്വർണവും സാരിയൊക്കെ, ഒരു നീല സാരി മാർത്താണ്ഡത്തുകാരൻ്റെ വാങ്ങിച്ചു കൊടുത്ത് സ്വർണം വാങ്ങിച്ചിട്ട് ആ പാമ്പിടിച്ചവൻ എനിക്കൊരു മോതിരം കൊടുത്തു തന്നെ എൻ്റെ കല്യാണത്തിന്. അവനെ എല്ലാം കളഞ്ഞേച്ചാൽ പിന്നെ ഇവൻ്റെ കൂടെ കൂടിയത്. അങ്ങനെ ഇവൾ മഹാ തേവിടിശിയാണ്. ഇതുപോലൊരു തേവിടിച്ചിയെ കാണാൻ കിട്ടത്തില്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. ഇവൾ എവിടുന്ന് ഏത് നേരത്ത് ജനിച്ചെന്നുള്ളത് നമുക്കറിയത്തില്ല പൊന്നച്ച. ഇങ്ങനത്തെ ഒരു തേവിടിശി എവിടുത്തെ ഇതുപോലത്തെ ഒരു ഇതുപോലൊരു പിശാചിനെ ഈ ലോകത്ത് കാണാൻ കിട്ടത്തില്ല ഇവളെപ്പോലെ. ഇവൾക്ക് ഭർത്താവെന്നില്ല, അവനവരുടെ കൊച്ചിൻ്റെ അച്ഛനെന്നില്ലാത്തവൾ നമ്മളെയൊക്കെ എന്തോ പോലെ കാണും. നമ്മളെയൊക്കെ കൊല വിളിച്ചേച്ച് ഇവൾ പറഞ്ഞത് എന്നെ കൊല്ലണമെന്ന്, ഇവളെ കൊല്ലണമെന്ന് എന്നോട് പറഞ്ഞതാ ഇവള്. അത്ര കെടുമ്പാണ് ഇവള്. ഇവൾക്ക് എന്നെ കൊന്നിട്ട് എങ്ങനെങ്കിലുമൊക്കെ അങ്ങ് പരവേശം ഇവൾക്ക് സ്വർത്തിനോട്. ഇവൾക്കങ്ങ് എല്ലാം കൂടെ അങ്ങ് വേണം, അടപടലം വേണമെന്ന് പറഞ്ഞ് നടക്കുക ഇവളിപ്പം ഇതെല്ലാം. ഇവൾക്ക് പന്തളത്ത് സ്വത്തുണ്ട്. അപ്പം ഇപ്പം ബിജു പി എന്ന് പറയുന്നവനെല്ലാം വിറ്റേച്ച് ഇങ്ങനെ നടക്കുക. ഇവിടെ കൂടെ കൂടാനായിട്ട് എല്ലാം അങ്ങ് വിറ്റ് പെറുക്കുക. ഇവൻ എന്തൊക്കെയോ കടങ്ങളാണെന്നൊക്കെ വരുത്തി അവിടുന്ന് ഇവിടുന്നൊക്കെ പൈസയൊക്കെ വാങ്ങിച്ചെല്ലാം ആർക്കൊക്കെ കൊടുത്ത് ഇത് കടമൊക്കെയാണെന്ന് വരുത്തിച്ച് ഇതുപോലെ തന്നെ ഫിനാൻഷ്യൽ ക്രൈസിസ് കഥകളൊക്കെ ഉണ്ടാക്കി ഇവൻ എല്ലാം കുറേയെല്ലാം വിറ്റ് മുക്കാലും വിറ്റ് ഇനി ഇവിടുന്നൊക്കെ പോകാനുള്ള പരിപാടികളൊക്കെ ഇവിടുന്ന് എല്ലാം വിറ്റ് പെറുക്കിയിട്ട് എവിടേക്കോ അങ്ങ് പോകാമെന്നുള്ള പരിപാടിയാണ് ഇവനുള്ളത്.
അല്ല അവിടെ കൂടെ അങ്ങ് ഇതാക്കാനും അവക്കെല്ലാം കൊടുക്കാനും വേണ്ടിയിട്ട് അങ്ങ് പോകാം എന്നുള്ള ഉദ്ദേശമാണ്. അതിന് മുമ്പേ എന്നെയും വകവരുത്താനുള്ള ഉദ്ദേശത്തിന് അങ്ങ് നടക്കുക. അതിനുവേണ്ടി സദാനന്ദ മന്ദിരത്തിലെ കുറേ അവന്മാരും അവളുമാരും പിന്നെ എന്തുവാ സുബ്രഹ്മണ്യൻ എന്ന് പറയുന്ന അവന്മാരും അവളുമാരും എല്ലാം അങ്ങ് ശ്രമമാണ് എന്നെ ഇവിടുന്ന് കടത്തണം എങ്ങനെങ്കിലും എന്നുള്ളതാണ് ഇവന്മാരുടെ ശ്രമം മുഴുവൻ. എന്നിട്ട് ഇതെല്ലാം കൂടി ഇവന്മാർക്ക് അങ്ങ് പങ്കുവെച്ച് എടുത്തങ്ങ് ഇതാക്കണമെന്നുള്ളതാണ് ഇവന്മാരുടെ ഉദ്ദേശം മുഴുവൻ. ഇത് കേട്ടോ, അതാണ് ഇവന്മാരുടെ ഉദ്ദേശം. ഇങ്ങനെ അങ്ങ് നടക്കുക ഇവന്മാർ അതിന് വേണ്ടിയിട്ട്. പകലങ്ങ് ശ്രമമാണ്. ഒരു സദാനന്ദ മന്ദിരത്തിലെ കുറേ അവന്മാരും അവളുമാരും നമ്മളെക്കുറിച്ച് അങ്ങ് കഥകളുണ്ടാക്കല ജോലി അവളുമാർക്കും അവന്മാർക്കും. അതുപോലെ സുബ്രഹ്മണ്യൻ എന്ന് പറയുന്ന അവനും. നമ്മുടെ വീട്ടിലെങ്ങും ഒരു അവനും വരുന്നില്ല. നിങ്ങൾക്കറിയാം, ഞാൻ എന്താണ്ട് ഇവിടെ പുറത്ത് നിൽക്കുകയാണ്. ഇപ്പം 8:30 മണിയായി കൂടുതലായി. ഒരു പട്ടി ഇവിടെ ഒന്നും വരത്തില്ല. ഇങ്ങനെ നമ്മളെക്കുറിച്ച് കഥകളുണ്ടാക്കുക. ഇവിടെ ഒന്നും ഒരവനും വരെ കയറത്തില്ല. എൻ്റെ പാർട്ട്ണർ എന്ന് പറയുന്നത് മുക്കും ഗുജറാണ്. അദ്ദേഹം രാജസ്ഥാനിയാണ്, ദില്ലിയിലാണ്. അപ്പം ഇനി ഇതാണ് എൻ്റെ പുറകിന് വെച്ച് പിടിച്ചിരിക്കുന്നത്. ഇതെല്ലാം കൂടെ ഫിനാൻഷ്യൽ ക്രൈസിസ് കഥകളൊക്കെ ഉണ്ടാക്കണം എങ്ങനെങ്കിലും എന്നൊക്കെ ഉള്ളത്. നമുക്കൊരു ഫിനാൻഷ്യൽ ക്രൈസിസും ഇല്ല, മനസ്സിലായല്ലോ. അപ്പോൾ ഇനി എൻ്റെ അമ്മയെ വക വരുത്തണമെന്നൊക്കെ ഉദ്ദേശമുണ്ട്. കാരണം എൻ്റെ അമ്മ ആണല്ലോ ഇപ്പോൾ എനിക്ക് സപ്പോർട്ടെന്ന് പറയുന്നത്. അപ്പോൾ എൻ്റെ അമ്മയെ വക വരുത്തണമെന്നുള്ള ഉദ്ദേശങ്ങളുണ്ട്. പല ഉദ്ദേശങ്ങളാണ്. നമ്മളെ കോടതി വിടാതിരിക്കുക, നമ്മൾ കോടതിയിൽ ചെന്ന് അവിടെ ഇതാക്കുക. അതിന് നിങ്ങൾക്കറിയാം, നിങ്ങൾ തിരക്കിയാൽ മതി. ഒരു റിയ രാജി എന്ന് പറയുന്ന ഒരുത്തി ഈ മാവേലിക്കര കോടതി വന്നായിരുന്നു മജിസ്ട്രേറ്റായിട്ട്. അവൾ നമ്മുടെ കേസ് ഫയൽ എടുത്ത് എറിഞ്ഞ് ഇങ്ങോട്ട് നമ്മളെ പ്രൊവോക്ക് ചെയ്യുവാണ്. നമുക്ക് വേണമെങ്കിൽ ചോദിക്കാം, നിങ്ങൾ എൻ്റെ കേസ് ഫയൽ എന്തിനാണ് എടുത്തെറിഞ്ഞതെന്നൊക്കെ. അതൊന്നും നമ്മൾ ചോദിച്ചില്ല. അടുത്ത ദിവസം ഞാൻ അഡ്വാൻസ് ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞു, എൻ്റെ കേസ് ഫയൽ അത് എറിഞ്ഞ സാധനം നിങ്ങൾ അതിനകത്ത് ഫയൽ സ്വീകരിച്ചോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഈ അഡ്വാൻസ് പെറ്റീഷൻ തരുന്നത്. അവർക്ക് അതും അങ്ങ് ഇതായി, അവർക്കങ്ങ് ഹാലിളകി അന്നേരം. പിന്നെ നമ്മൾ എഴുതി കൊടുത്ത ചുമ്മാന്നോ, നമ്മൾ അതിനകത്ത് വെച്ചോ ഇല്ലയോ നമുക്കറിയണ്ടായോ? ചുമ്മാ എന്തോ നമ്മളെ പേടിപ്പിക്കുകയാണ്. ഇവൾക്ക് സാലറി കൊടുക്കുന്നത് ഏത് മജിസ്ട്രേറ്റ് ആയാലും ശരി, ഏത് ജഡ്ജി ആയാലും ശരി, മാനമര്യാദയ്ക്ക് ഇരിക്കണം. ആരായാലും ശരി, ഇവൾക്ക് സാലറി കൊടുക്കുന്നത് ഇവൾ വക്കീലന്മാർ കൊണ്ടുവരുന്ന ഇതെടുത്ത് എറിയാനും പറിക്കാനും ഒന്നുമല്ല. പിന്നെ എവിടോട്ടാണ് ജനങ്ങൾ പോകുന്നത്? ജനങ്ങളുടെ ഗ്രീവിയൻസ് പറഞ്ഞ് എങ്ങോട്ടാണ് പോകുന്നത്? ഇവൾ എന്തുവാ ഹുറ്റ്ലറുമായിട്ടൊന്നും ഇരിക്കാനല്ല കോടതിയിലെ ഡയസിനകത്തോട്ട് കയറിയിരിക്കാൻ. ഇവൾ അങ്ങനെ ചെയ്തവളാണ്. ഈ റിയ രാജി എന്ന് അവിടെ പേര്. അവിടെ വേറെ മജിസ്ട്രേറ്റുമാർ, നമ്മൾ ഒത്തിരി മജിസ്ട്രേറ്റുമാരുടെ മുന്നിലൊക്കെ പോയിട്ടുള്ളതാണ്. അവരൊക്കെ എങ്ങനെയാണെന്ന് നമുക്കറിയാം. ഒരൊറ്റ മജിസ്ട്രേറ്റ് ആരുടെയും ഫയൽ എടുത്ത് ഇന്നും എറിയുന്നത് ഞാൻ കണ്ടിട്ടില്ല. എടുത്ത് ഇങ്ങനെ ഇൻസൾട്ട് ചെയ്യുന്ന രീതിയിൽ എറിയുക, നമ്മളെ പ്രൊവോക്ക് ചെയ്യാൻ ഇങ്ങനെ അവൾ അവിടെ നിന്ന് ചൂടാകുക. അവൾ വലിയ ഡ്രാമയൊക്കെ കാണിച്ചു, കുറേ ഡ്രാമയൊക്കെ നടത്തുന്ന സ്ഥലമായിരുന്നു ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി. കാരണം ഇവനാണ് ഇതിൻ്റെ ആണിക്കല്ല്, ഈ ബിജു പി എന്ന് പറയുന്നവൻ. അവൻ വക്കീലാണല്ലോ. അങ്ങനെ ഇതെല്ലാം നടത്തുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ തിരിച്ചു പറഞ്ഞാൽ നമുക്ക് വട്ടാണ്. മജിസ്ട്രേറ്റിന് അവിടെ കയറിയിരുന്ന് എന്ത് വട്ടും കാണിക്കാം, അവർക്ക് എന്ത് വട്ടും കാണിക്കാം, നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല. അതെവിടുത്തെ നിയമമാണ്? എവിടുത്തെ നിയമമാണ് നമുക്കും ഒന്നും അറിയണ്ടായോ? മജിസ്ട്രേറ്റിന് കയറി എന്ത് വട്ടും കയറിയിരുന്ന് ഗവൺമെൻറ്റിൻ്റെ കയ്യിൽ നിന്ന് സാലറിയും വാങ്ങിച്ചുകൊണ്ട് ജനങ്ങൾ കൊണ്ടിരുന്ന കേസ് എടുത്ത് എറിയുക, പറിക്കുക, അങ്ങനെയുള്ള വട്ടുകളും ഡ്രാമ വട്ട് വരെ അവർക്ക് അവിടെ കയറിയിരുന്ന് കാണിക്കാൻ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അതെവിടുത്തെ നിയമമാണെന്ന് നമുക്കൊന്നും അറിയണ്ടായോ? റിയ രാജി എന്നായിരുന്നു അവിടെ പേര്. ഇപ്പോൾ അവൾ ഇവിടെ ഒന്നും ഇല്ല, വേറെ എവിടെ പോയിരിക്കുക. അവൾ നെടുമങ്ങാടോ ട്രിവാൻഡ്രം സൈഡിലുള്ള ഒരുത്തിയാണ് ഇവള്. വെറും 7 മാസത്തെ പ്രാക്ടീസേ ഉള്ള, 7 മാസത്തെ എക്സ്പീരിയൻസേ ഉള്ളായിരുന്നു. അല്ലാതെ കൂടുതലൊന്നും ഇല്ലായിരുന്നു ഇവൾക്ക്. 7 മാസത്തെ എക്സ്പീരിയൻസ്. ഇങ്ങനെ പല രീതിയിലാണ് നമ്മളെ ഇവന്മാർ ഫോളോ ചെയ്യുക. പല രീതിയിൽ നമ്മളെ ഹരാസ് ചെയ്യാൻ നോക്കുന്ന ഇവന്മാരുടെ ജോലി എന്ന് പറയുന്നത്.